CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയായി. ഉച്ചയ്ക്ക് ശേഷം പൊതുചർച്ചയ്ക്ക് മറുപടി ജില്ലാ സെക്രട്ടറി ആർ നാസറും പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും നൽകി. CPIM ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ഉച്ചയോടെയാണ് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയായത്. ഉച്ചയ്ക്ക് ശേഷം പൊതുചർച്ചയ്ക്ക് മറുപടി ജില്ലാ സെക്രട്ടറി നാസറും പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും മറുപടി നൽകി. 8 വനിതകൾ ഉൾപ്പെടെ 43 പേർ ചർച്ചയിൽ പങ്കെടുത്തു. 5 മണിക്കൂർ 2 മിനിറ്റാണ് ചർച്ച നടന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന UGC ചട്ടഭേദഗതി സംഘപരിവാർ അജണ്ടയാണെന്നും സർവകലാശാലകളെ തകർക്കുന്ന ഈ ഭേദഗതി അംഗീകരിക്കില്ല എന്നും സമ്മേളനം പ്രമേയത്തിലൂടെ പറഞ്ഞു. കൂടാതെ രണ്ടാം കുട്ടനാട് പാക്കേജ് സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 2006 LDF സർക്കാർ കൊണ്ടുവന്ന കുട്ടനാട് പാക്കേജ് പിന്നീട് വന്ന UDF സർക്കാർ പൂർണ്ണമായിട്ടും തകർത്തുകളഞ്ഞു. ഇതിനുശേഷം 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയാനന്തര പദ്ധതിയായി രണ്ടാം കുട്ടനാട് പാക്കേജ് സംസ്ഥാന പദ്ധതിയായി പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 3 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. സമ്മേളനത്തിന്റെ 3-ാം ദിവസമായ ഞായറാഴ്ച രാവിലെ പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും. അതിനുശേഷം സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ 10,000 റെഡ് വാളണ്ടിയർ പങ്കെടുക്കുന്ന പരേഡ് നടക്കും. അതിനുശേഷമാണ് പൊതുസമ്മേളനം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന CPIM ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കൈരളി ന്യൂസ്, ആലപ്പുഴ.